ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. Two of Cups, Ten of Pentacles, Death and Rebirth, Emperor, Two of Swords, King of Cups, Knight of Wands, Ten of Wands, Six of Swords, Nine of Wands, Five of Swords, Eight of Cups, Four of Wands, the Chariot, Seven of Pentacles, Four of Swords. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഡിവൈനായിട്ട് നിങ്ങൾ കാണുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അത്രയും പ്രഷ്യസ് ആണെന്ന് പറയാം. ഇതിനകത്ത് ചിലപ്പോൾ പാസ്റ്റിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നടന്നിട്ടുണ്ടാവാം, സ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം. പക്ഷേ ഒരു ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റിലേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയില്ലേ, നീ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കുന്ന അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം ഒക്കെ വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ശൂന്യമാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അല്ലെങ്കിൽ അത്രയും സ്നേഹം ഈ ഒരു വ്യക്തിയോട് ഉള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഫേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് എൻഡായി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിനകത്ത് വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇത് അങ്ങനെ എൻഡ് ആവുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹം, ഇഷ്ടം, ഇത്രയധികമുള്ള ഈ ഒരു താല്പര്യമൊന്നും കറൻ്റ്ലി അവരോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിനകത്തുണ്ട്, പക്ഷെ അത്രയും ആ ഒരു സ്നേഹമൊന്നും അവരോട് കാണിക്കുന്നില്ല. ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും അത്രയും സ്നേഹം നിങ്ങൾക്ക് ഇവരോടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാത്തതാണ്. എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഫിയർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ മൈൻഡ് കാര്യങ്ങളും ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം.
അത് ഒരുപക്ഷേ നിങ്ങൾക്ക് പാസ്റ്റിൽ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു ട്രോമ, പേടി ഒക്കെ കാര്യമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടുള്ള ആങ്സൈറ്റി, ഫിയർ ആയിരിക്കാം. ഇനിയും ഇതിൽ നിന്ന് ഹേർട്ട് ആവുമോ എന്നുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളെ ഒന്ന് അത്രയും ആ ഒരു സ്നേഹവും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്തുന്നത്. കാരണം നിങ്ങളിവിടെ അത്രയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സണാണ്. പക്ഷെ അത് ആ ഒരു പിക്ചർ ഈ പേഴ്സണ് കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിനകത്ത് അത്രയും സ്നേഹവും കൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ടതാണോ, അല്ലാന്നുണ്ടെങ്കിൽ എത്രയേറെ ഒരു താല്പര്യം, ആ ഒരു പാഷനേറ്റ് എനർജി, അട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എത്രയും ബേൺ ഔട്ട് ആവുന്നുണ്ടെന്നുള്ളത് കാണാം. ഒരുപക്ഷെ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് ആവലാതി പിടിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ മനസ്സിലിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലിയർ പിക്ചർ കിട്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ആയിരിക്കാം. കാരണം എത്രയേറെ നിങ്ങൾക്കിത് പ്രിയപ്പെട്ടതാണോ, അത്രയേറെ നിങ്ങളെ ഇത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു ഹെവി ലഗേജ് കൊണ്ടുവന്ന് തരുന്നവരായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു ഹൈ പാഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഹൈ സ്ട്രെസ്സും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കറൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഫൈനലി ലാസ്റ്റ് പുഷ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ തവണയും ഇത്രയേറെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോകുന്നു. എന്നാൽ ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഒന്നും വേണ്ടെന്ന് വെക്കാനും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിൽ ഇതിൽ നിന്ന് പുറത്ത് കടന്നാലോ, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. കാരണം ഒരു പ്രാവശ്യം കൂടി നോക്കിയിട്ട് മതി, അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് മതി എന്നുള്ളൊരു എനർജി ചിലപ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ടാവാം. ഈ ഒരു പ്രാവശ്യം കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇത്തവണയും കൂടി ഒന്ന് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളിത് സ്റ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ മതി എന്നാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ, അത് നിങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അത്രയും ഉറച്ചു പോയതാണ് ഈ ഒരു ബന്ധം. അത് നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഓരോ കാരണങ്ങൾ കണ്ടെത്തി, ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പുറത്ത് പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ കയറി നിൽക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം വളരെ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്താലോ എന്നൊക്കെ പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി അവസാനിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഇതൊന്ന് ബ്രേക്ക് ചെയ്തൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ പോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവസാനം നിങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. നിങ്ങളായിട്ടൊന്നും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സാവധാനത്തിലാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനും ഈ പറഞ്ഞ പോലെ ഭയമായിരിക്കാം ചിലപ്പോൾ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പുലിവാലായി പോയാലോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് വരട്ടെ, അവരുടെ ഒരു അപ്രോച്ച് അറിയട്ടെ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുടെയും അല്ലെങ്കിൽ വിശ്വാസക്കുറവിൻ്റെയും, ഇതിന് രണ്ടിനിടയിൽ നിൽക്കുന്ന ഒരു നൂൽപ്പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ്. അപ്പോൾ മനസ്സിനകത്ത് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതലായിട്ടൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പേടിയായിരിക്കും. നല്ല രീതിയിലാവണം എന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് പണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ട്രോമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഇനി ഞാൻ ആഗ്രഹിച്ചിട്ട് ഹേർട്ടായാലോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ ഒരു ഡബിൾ മൈൻഡിലും പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ അപ്രോച്ച് എങ്ങനെയാണ്, മാനസികമായിട്ട് അവർക്ക് എന്താണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളത്.
Two of Swords, Ace of Pentacles, the Star, Ten of Swords, Nine of Swords, Four of Swords, Six of Pentacles, Eight of Cups, Six of Wands, the Moon, Hierophant, Eight of Pentacles, Eight of Swords, Nine of Cups, Strength, Four of Wands. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കാളും കഷ്ടമാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, പ്രഷറൊക്കെ നിങ്ങളെക്കാളും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആരുടെയോ എനർജിയാണ്. കാരണം ഇവർ നല്ല രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം, സങ്കടം, കുറ്റബോധം, വിഷമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അവരുടെ മൊത്തത്തിലുള്ള സാഹചര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നത്. ഇപ്പം നമുക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇവിടെ അങ്ങനെയല്ല, ഈ ഒരു പേഴ്സണ് വേറെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് നമുക്കറിയില്ല, അവരുടെ സിറ്റുവേഷൻ അല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളുടെ ആ ഒരു ഇൻഡിസിഷൻ എനർജി കണ്ടതുപോലെ ഇവിടെയും ആ ഒരു എനർജി നമുക്ക് കാണാം. അതായത് ആ ഒരു എനർജി നമുക്ക് ഇവിടെ മാത്രമല്ല, ഇതിനകത്ത് പലപ്പോഴായിട്ട് ഈ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ മൈൻഡ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്ത് ആങ്സൈറ്റി, ഫിയർ കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ, ഒരു തീരുമാനമോ കാര്യങ്ങളോ എടുക്കാനായിട്ടുള്ള ശക്തി ഇല്ലായ്മയൊക്കെ ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നെക്സ്റ്റ് ഒരു എനർജിയിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു താല്പര്യം, ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കുള്ള ആഗ്രഹം, റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ആ ഒരു ബോണ്ട് ശക്തമാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ അത് നമുക്ക് കാണാം. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി തന്നെ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ അർത്ഥം ആ ഒരു പേഴ്സൺ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൈവരുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കറൻ്റ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിയും നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളുണ്ടാവാം, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് മിസ്റ്ററീസ് ഉണ്ടാവാം. ചിലതൊന്നും നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും വേദനയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാമെന്ന്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ ഇവർ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിഷമവും സങ്കടമൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം അതും അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻ ബിറ്റ്വീനിൽ വന്ന് പെട്ടതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആയതായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ഇവരൊരു ഹീലിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു മനസ്സ് നമ്മൾ പറഞ്ഞതുപോലെ അത്രയും ഒരു വിഷമത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ്. പക്ഷേ ഒരു ഹീലിങ്ങിലേക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അതവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ലീപ്ലെസ് നൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആകെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ തളർന്നൊടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഒരു എൻഡിങ് ആയോ എന്ന് സംശയിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു അകൽച്ച, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ പോകുന്നവരായിരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം ഈ ഒരു പേഴ്സൻ്റെ എനർജി കൂടി വെക്കുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രയധികം ഡിപ്രസ്ഡ് ആവേണ്ടുന്ന ഒരു ആവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, പേടി, കാര്യങ്ങൾ, അന്ന് എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ, അതും ഈ ഒരു പേഴ്സണുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്റ്റക്നെസ് വരുമ്പോൾ ഇവരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളും ആക്ഷൻ എടുക്കുന്നില്ല, ഇവരും എടുക്കുന്നില്ല, ഇവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരും ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ പ്രതീക്ഷിച്ച് കൊണ്ടുനടന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നുള്ളൊരു ചിന്ത വരെ ഈ ഒരു വ്യക്തിക്കുണ്ട്.
ഇറങ്ങിപ്പോയാലോ ഇൻ ദ സെൻസ് മാനസികമായിട്ട് ഇതിൽ നിന്ന് അകന്നു പോയാലോ എന്ന് പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യം പറഞ്ഞതിൻ്റെ പോലെ മറ്റൊരു വെർഷനാണ് ഈ ഒരു പേഴ്സൺ. ഒരുപക്ഷെ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവര് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധവും ഇപ്പോഴത്തെ സാഹചര്യവും അവരുടെ സിറ്റുവേഷനും ഒക്കെ കൊണ്ടുള്ള ഒരു പ്രഷറിലായിരിക്കാം ഈ ഒരു പേഴ്സൺ പല രീതിയിലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചാലും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊന്നും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ സെയിം ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ലൗഡായിട്ട് മുന്നോട്ട് പോണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഈ തളർന്നൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വിക്ടറിയിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ വീണ്ടും അവർ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാം. അതായത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പേഴ്സണ് അതിനൊരു ഉറപ്പ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ അത്രയും കോൺഫ്ലിക്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. നമ്മൾ ഈ പറഞ്ഞ സെയിം പാറ്റേൺ നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അവർ വീണ്ടും സ്റ്റക്കായി പോവാണ്. കണ്ണും കൈയും കെട്ടിയൊരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പേടിയും കാര്യങ്ങളും കൊണ്ട് വരുന്ന ഒരു ചിന്താഗതി ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. ആ ഒരു ട്രാപ്ഡ് ഇൻ ഫിയർ എനർജിയാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ പറയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കാണാം. മാത്രമല്ല നിങ്ങളുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. നിങ്ങളും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആക്ഷനൊന്നും എടുക്കുന്നില്ല. ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോന്ന് അവർക്കും പിടികിട്ടുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ഒരു ഡീപ്പ് പെയിനൊക്കെ തന്ന് മാറിപ്പോയ ഒരു സെപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് പോലും ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാലോചിക്കുമ്പോൾ അതും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സണ് തോന്നുന്നത് നിങ്ങളാണ് അവരുടെ ഒരു ഹാപ്പിനെസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപാട് സന്തോഷമായിട്ടിരുന്നാനേ എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരുപാട് കൺഫ്യൂസ്ഡും ആണ് ഈ ഒരു വ്യക്തി. അവർ ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണാം. ആ ഒരു പേഷ്യൻസ് എനർജിയും കൂടി നമുക്കതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ റീകൺസിലേഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണോ അവരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഉത്തരം മനസ്സിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് ഇപ്പം ഇത്രയും ഒരു അകന്ന് നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോടുള്ള ഭയമുണ്ട്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അവർക്ക് പറ്റുന്നില്ല. ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആകെ കൂടി ഒരു പരുവമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. പക്ഷെ നമ്മളിവിടെ ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുള്ള ആ ഒരു മാറ്റം വീണ്ടുമുള്ള റീയൂണിയനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് കാണാം. ലാസ്റ്റുള്ള എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടേതായിട്ടുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കാര്യങ്ങൾ ഡിലേ ആക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവരെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കാനും കഴിയുന്നില്ല. എന്നാൽ ഇത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ഓണാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനും കഴിയാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ഒരു മിക്സ്ഡപ്പ് ഓഫ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലൂടെയാണ് കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫീലിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളുമായിട്ട് ഇത് എത്രത്തോളം റെസൊനേറ്റ് ആവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെപ്പറേഷൻ ഫേസ് നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെപ്പറേഷൻ ഫേസിൽ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ ഒരുപോലെ തന്നെയാണെന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.